ആസിഫ്. ഹലോ. ഇതെന്താ ഐക്യരാഷ്ട്രസഭയാണോ? അല്ല, ഇത് സംഭവം എന്ന് വെച്ചാല് ഇപ്പോ ചാനൽ തുറന്നാൽ കാണിക്കും റഷ്യയിൽ ഇത്ര കോവിഡ് കേസ്, അമേരിക്കയിൽ ഇത്ര. അപ്പൊ എനിക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ്. ഇവിടെ എത്ര കോവിഡ് കേസ് ഉണ്ട്? ഇവിടെ 5340. അല്ല, ഞാൻ ദേശസ്നേഹി എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ലോകസ്നേഹിയെ കാണുന്നത്. പുള്ളി അങ്ങനെ ഒരു വിരോധമില്ല. പുള്ളിയുടെ എല്ലാ രാജ്യങ്ങളും ആ കോട്ടിലുണ്ട്. ഇത് എവിടുന്ന് കിട്ടി ഈ കോട്ട്? ഞങ്ങളൊക്കെ കടയിൽ പോകുമ്പോൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. സീരിയസ് ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ കോട്ടൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഭയങ്കര. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കലകി. ഞാനൊരു കാര്യം സത്യം പറയാം. ഞാൻ കാസർഗോഡ് ഒരു കോളേജിൽ ഇനാഗ്രേഷൻ പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചൊരു കാര്യമാണ്. നമ്മളുടെ വിചാരമാണ് എറണാകുളമാണ് ഭയങ്കര സ്റ്റൈലിൽ മുന്നിൽ ആദ്യം വരുന്നത്. ഒരിക്കലും അല്ല. കാസർഗോഡുള്ള ഈ പച്ച പാൻറ്റും ചുമല ഷൂസും മഞ്ഞ ഷർട്ടും ഇതൊക്കെ ആദ്യം ഇറക്കിയത് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ്. ഉഗ്രനായിട്ടുണ്ട് കേട്ടാ. പച്ചപ്പാൻറ്റും ചുവന്ന ഷൂസ് ഭയങ്കര സ്റ്റൈലിഷ് ആണ്, ഫാഷനബിൾ ആണ് അല്ലേ? പയ്യന്മാര് വരെ കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് സ്റ്റൈലാണ്. ഈ പുള്ളി നമ്മുടെ മൊഹബത്തിന്റെ ഷാറൂഖ് ഖാന്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട് പുള്ളിയുടെ മുടിക്കും തലയ്ക്കും എല്ലാം. എല്ലാവരും പറയും ഞാനൊരു പഴയ ഷാറൂഖ് ഖാന്റെ ലുക്കാണെന്ന്. അതെ, ഒരു കാര്യമുണ്ട്, ഷാറൂഖ് ഖാൻ പഴയതായിക്കോ, കോമഡി പഴയതാണെങ്കിൽ. ഞാനിപ്പോ കോവിഡ് ആയതുകൊണ്ട് എന്റെ പണി പോയി. അയ്യോ, എന്തായിരുന്നു പണി? മുമ്പ് ഒരു പണിയില്ലായിരുന്നു, വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുന്ന പണി പോയി. കാരണം എല്ലാരും വെറുതെ ഇരിപ്പോ അതൊരു നോർമലൈസ് ആയി പോയി. അല്ല, ഏറ്റവും കൂടുതൽ പണിയുള്ളത് വെറുതെ ഇരിക്കുന്ന ആൾക്കാണ്. വെറുതെ ഇരിക്കുന്ന ആളായിരിക്കും അവനക്കൊന്നും പണിയില്ല. അവിടെ പോകുമ്പോ വെറുതെ ഇരിക്കുന്ന ആൾക്ക് ഒന്നിനും സമയമില്ല. പണിയുള്ളവർക്ക് ഒരു പ്ലാൻ ഉണ്ട്. ഇത്ര പണി കഴിഞ്ഞാൽ പണിയുള്ളവർക്ക് ആ സമയമാകുമ്പോൾ അവന്റെ പണിക്ക് പോകാം. പക്ഷെ ഞങ്ങൾക്കതല്ല, കുറെ ടെൻഷൻ ഉണ്ട്. ഈ പാന്റ് എവിടെ നിന്ന് മേടിച്ചു? ഈ പാന്റ് എന്ന് വെച്ചാൽ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്ക് പാൻറ്റൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അപ്പുറത്തെ ഡാമറിൻ്റെ പണിക്ക് വന്ന ഒരു ബംഗാളി ഉണ്ടായിരുന്നു, അവൻ്റെ അടിച്ചു മാറ്റി. അതൊന്നും അല്ല, ഇത് തമാശയൊന്നും പറയുന്നില്ല. എന്തറിയാമോ, ഇതൊക്കെ പറഞ്ഞു തന്നാൽ ഞാനും അശോകൻ ചേട്ടനും ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമെന്നും ഇടുമെന്നും ഒക്കെ പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി അതിന്റെ ട്രേഡ് സീക്രട്ട് പുറത്ത് പറയാൻ റെഡിയല്ല. സത്യം. ഞങ്ങൾക്ക് അടുത്ത തവണ വരുമ്പോൾ നല്ലൊരു 42 സൈസിന്റെ ഇതുപോലത്തെ 2 ഷർട്ട് കൊണ്ട് തരുമോ? തീർച്ചയായും. ആ സൈസിലുള്ള ബംഗാളികൾ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കട്ടെ. തുടക്കമൊക്കെ കലക്കി ഗംഭീരമായി. പെർഫോമൻസിലേക്ക് പോലെ ചേട്ടാ, അധികം ചെലവില്ലാത്ത ഒരു പരിപാടിയാണ് ചിരി ലൈറ്റ്, ചിരി പ്രോ മാക്സ്. പക്ഷേ ഇതെല്ലാം മാസ്കിനുള്ളിൽ കുടുങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കുടുങ്ങിയ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനാണ് അമൃത TV എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിരിച്ച് ശേഖരിക്കണം. അതായത് പുള്ളി തമാശ പറയുന്നില്ല, നേരിട്ട് അങ്ങ് ചിരിക്കാൻ അങ്ങ് പറഞ്ഞിരിക്കുക. അതാണ് തുടക്കം. ലണ്ടനിൽ ജനിച്ച് മാഞ്ചസ്റ്റർ ഒപ്പേരയിൽ പരിപാടി അവതരിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ്, ഡാഡി ചതിച്ചു. കാസർഗോഡുകാരിയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് കാസർഗോഡ് ജനിച്ച് എനിക്ക് ഇവിടെ വരാനേ പറ്റിയുള്ളൂ. കാസർഗോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കാസർഗോഡിന് പല പ്രത്യേകത ഉണ്ട്. അതിലൊരു പ്രത്യേകതയാണ് കാസർഗോഡ് ഭാഷ. സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് പറയുന്നത്. അതായത് 7 ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു നാടാണ് കാസർഗോഡ്. നിങ്ങൾ തമിഴ്നാട് പോകുന്നുണ്ടെങ്കിൽ തമിഴ് അറിഞ്ഞാൽ മതി. നിങ്ങൾ കർണാടകയിൽ പോകുന്നുണ്ടെങ്കിൽ കന്നഡ അറിഞ്ഞാൽ മതി. നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ ഹിന്ദി അറിഞ്ഞാൽ മതി. പക്ഷേ കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 ഭാഷ അറിഞ്ഞിരിക്കണം. അതായത് കാസർഗോഡിൻ്റെ തളങ്കര പോയാൽ എന്തിനാ ഓളാക്കുന്നത്, ഓളെന്ന് ഞാൻ കുറേ പറഞ്ഞില്ലല്ലോ അവനോട്, ഓളോട് എത്ര ചെല്ലിയും ഓന് കേൾക്കുന്നില്ല, ഓൻ എന്നിട്ട് എപ്പോൾ എന്നോട് ഇങ്ങനെ ഗിരിഗിരി ആയിക്കൊണ്ടും വിഷയം പറഞ്ഞുകൊണ്ടും വിളിക്കും. എന്നാൽ നിങ്ങൾ ബദിയെടുക്ക പോകുന്നുണ്ടെങ്കിൽ എറണപ്പ് തളയിജിന് പൊക്ക എന്ത ഷാവു മാറ അരെ ധാർലിക പ്രവചന കാണലേന് മൺപേനു അരെ ഏത്തക്ക് ആക്കിത്ത് എനേക്കു കേബേക്കു. നേരെ മറിച്ചിട്ട് നിങ്ങൾ കുഞ്ചത്തൂർ പോകുകയാണെങ്കിൽ സെപ്പിറ ജാവ് മിസ് കോൾ ബന്തല്ല, മിസ് കോള ആരാക്കിയ മിസ് കോള് സുബൈദ സെപ്പിറ നോക്കെ മിസ് കോൾ ബന്തല്ല ആരാക്കിയ മിസ് കോൾ. അങ്ങനെ നിങ്ങൾ പല ഭാഗത്ത് പോകുമ്പോൾ പല ഭാഷകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതുപോലെ തന്നെ കാസർഗോഡിന് ഒരു ഇൻ്റർനാഷണൽ, എൻ്റെ ജാക്കറ്റ് പോലെ ഇൻ്റർനാഷണലുമായി ടൈപ്പുള്ള ഒരു ഭാഷയാണ്. അതായത് അതോളം മച്ചൂഞ്ചി. ഈ മച്ചൂഞ്ചി എന്ന് പറയുന്നത് കാസർഗോഡിൽ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ ആൾക്കാരാണ്. പക്ഷേ ചക്കാക്കുമ മച്ചൂഞ്ചി എന്ന് ജപ്പാനിൽ പറഞ്ഞാൽ
അതൊരു സർനെയിമാണ്. മച്ചുഞ്ചി എന്ന് ജപ്പാനിൽ പറയുന്നത് സർനെയിമാണ്. അതുപോലെ തന്നെ ആബ്ര പിഞ്ഞൻകിള് തന്നിറ, ഈ പിഞ്ഞൻകിള് എന്ന് പറയുന്നത് കാസർഗോഡ് സ്പൂണിനെയാണ്. പക്ഷേ സ്പാനിഷിൽ പിഞ്ഞൻകൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിനെയാണ്. അതുപോലെ തന്നെ ഓൺകിഞ്ഞിട്ട് പാഞ്ഞിനിറ, ഈ പാനി എന്ന് പറയുന്നത് കാസർഗോഡിൽ ഓടി എന്നാണ്, എന്നാൽ ചൈനയിൽ പാനി എന്ന് പറയുന്നത് സൂചിനെയാണ്. അതുപോലെ കുറേ വാക്കുകൾ ഇൻ്റർനാഷണലുമായി ടൈപ്പ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ദുബൈയിലായിരുന്നു. അപ്പോൾ ദുബൈയിൽ ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കി ആരെങ്കിലും മലയാളികളുണ്ടോയെന്ന്. ആരും മലയാളികളില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. എന്ത്ര കണ്ട മല പിടിച്ചത് നീ ചെല്ലുന്നത്? ഓനോട് ഞാൻ ചെല്ലിനല്ല, കൊട്ട് പാർത്തല കഴിഞ്ഞിട്ട് കുച്ചി പാർത്തല കഴിഞ്ഞിട്ട് വരുന്ന ഓനെന്തിന് പിന്നെയും കൊട്ട് പാർത്തല എന്നെ കൂടിയിട്ട് വരുന്ന, ഓനക്ക് കുച്ചി പാർത്തല കഴിഞ്ഞിട്ട് ബന്ധങ്ങൾ മതിയില്ലേ? അപ്പം ഞാൻ ഓനോട് ചെല്ലുന്നില്ല, നീ എന്ത് ചെയ്ത് ചെല്ല. ഇത് കണ്ട് എൻ്റെ അപ്പുറത്തൊരു മദാമ പെണ്ണി ഇരിക്കുന്നു. ഇവള് എന്നെ നോക്കുന്നുണ്ട്. അവസാനം ഫോൺ കട്ട് ചെയ്ത് മദാമ പെണ്ണി എന്നോട് പറയാണ്, എനിക്ക് ഒന്നും പൊട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, അവൾ എന്നോട് ചോദിച്ചു യു ആർ ഫ്രം? ഞാൻ പറഞ്ഞു UK മാഡം എന്ന് പറഞ്ഞു. അവൾ വിചാരിച്ചത് യുണൈറ്റഡ് കിങ്ഡമാണ്, പക്ഷെ ഞാൻ വിചാരിച്ചത് യുണൈറ്റഡ് കാസർഗോഡാണ്. പിന്നെ അവൾ ചോദിച്ചു ഹൗ ഡു യു നോ അവർ ലാംഗ്വേജ്? പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്പാനിഷ് ആയിരുന്നു. മോന കാസർഗോഡ് ഭാഷയിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞത് ശരിക്കും? ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നീ എന്നിന്റെ ബൈക്കോട്ട് പാർത്തല കൂടിയിട്ട് കുച്ചു പാർത്തല കഴിഞ്ഞിട്ട് വായുന്നത് അതെന്താ ഒന്ന് പതുക്കെ? അത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ പിടിക്കാൻ എൻ്റെ ദുബൈയിൽ നിന്ന് എൻ്റെ കാശ് മേടിച്ചു കുറച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു അടുത്ത മാസം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല, ഒരു പരിപാടിയിൽ. അപ്പം ഞാൻ നാട്ടിൽ ഒരു കൂട്ടുകാരനെ അയച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ്, കൊട്ടുപാർത്തല കൂടിയിട്ട്, അതായത് മുൻവശത്ത് കൂടിയിട്ട് നീ ഒരിക്കലും ചെല്ലരുത്. അവൻ കുച്ചിപ്പാർത്തല കൂടിയിട്ട് പിൻവശത്തിൽ കൂടി അവൻ സ്കൂട്ടാവും. അതാണ് ഞാൻ അവനോട് പറഞ്ഞത്. കൊട്ടുപാർത്തല കൂടിയിട്ട് പോകരുത്. കൊട്ടുപാർത്തല കൂട്ടിയിട്ട് എന്തിനാണ് നീ പോകുന്നത്? നിങ്ങൾക്ക് കുച്ചിപ്പാർത്തല കഴിഞ്ഞിട്ട് പോകും. നിങ്ങൾ കുട്ടുപാർത്തല കുറച്ച് പണിയാണ്. അതാണ് ഞാൻ ഈ കോട്ടലം വന്നിട്ട് കാസർഗോഡുകാരന് ഒരു പറ്റുന്ന ഒരു പരിപാടിയാണത്. നിങ്ങൾ എവിടെയെന്ന് പറയുന്നു, ഞങ്ങൾ ഏടെന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെയെന്ന് പറയുന്നു, ഞങ്ങൾ ഈടെന്ന് പറയുന്നു. നിങ്ങൾ പോകാന്ന് പറയുന്നു, ഞങ്ങൾ ബാ എന്ന് പറയുന്നു. ഇപ്പോൾ വാട്സപ്പ് വന്നതിന് ശേഷം എല്ലാവരും ഷോർട്ടാണ് മെസ്സേജ് അയക്കൽ. അതായത് ബ്രദറിനെ ബ്രോ, സിസ്റ്ററിനെ സിസ്. പക്ഷേ കാസർഗോഡ് പണ്ടേ ഷോർട്ടാണ്. പോകാം, ബാ, വരാം, വരുന്നില്ലേ, എല്ലാം ഷോർട്ടാണ്. വളരെ ഷോർട്ടാണ്. പണ്ടേ ഷോർട്ടാക്കിയിട്ടുണ്ട്. പണ്ടേ ഷോർട്ടാക്കിയിട്ടുണ്ട്. കാസർഗോഡിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മറ്റ് ജില്ലക്കാർ പറയുന്നതാണ് നിങ്ങൾ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് മതി എട്രാവന്നെ. ആ സാധനയാണ് നിങ്ങൾ 1 മണിക്കൂർ കഥാപ്രസംഗം പറയുന്നത്. നിങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾക്ക് ഒരു സെക്കൻഡിൽ തീർക്കാവുന്ന പ്രശ്നമാണ്. ഏട്രപ്പം. അതുപോലെ തന്നെ മലയാളികൾ ഇപ്പോൾ ലിറിക്സ് അറിയാതെ പാട്ടിൻ്റെ പുറകിലാണ്. എന്തറിയാം ഇതുപോലത്തെ പാട്ടിൻ്റെ പുറകിലാണ്. ഇതിനേക്കാളും നല്ലതാണ് കാസർഗോഡ് ഭാഷ. അതായത് കാസർഗോഡിന് വേറൊരു പാട്ടുമുണ്ട്. എൻ്റെ മോള് ബാവുമ്പോ ആർക്കെല്ലാം കൗജാന്ന്, ഉമ്മാക്ക് കൗജാന്, ഉപ്പാക്ക് കൗജാൻ. എൻ്റെ മോള് ബാവുമ്പോ ആർക്കെല്ലാം കൗജാൻ, ഉമ്മാക്ക് കൗജാന്, ഉപ്പാക്ക് കൗജാൻ. അല്ല നല്ല പത്തല് മുകളിൽ വെച്ച് ബെടുക്ക് പത്തല് അടിയിൽ വെച്ച്, ആ നല്ല പത്തല് മുകളിൽ വെച്ച് ബെടുക്ക് പത്തല് അടിയിൽ വെച്ച്. ഇതുപോലത്തെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ തുർക്കിഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും സ്റ്റാറ്റസിലും റീൽസിലും ഒക്കെ ഇടുന്നതാണ് പരിപാടി. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ കാണുന്നൊരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ. അൺപ്ലഗ്ഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൻ്റെ സാധനത്തിന് 6 മിനിറ്റ്, 10 മിനിറ്റ്, 12 മിനിറ്റ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ. കവർ എന്നെല്ലാം പറഞ്ഞു ഏതെങ്കിലും മൂലക്ക് ഗിത്താർ പിടിച്ച് ഏതെങ്കിലും മൂലക്ക് ഇരുന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കാണാനുണ്ടായിരുന്നു. വളരെ ട്രെൻഡിങ് ആയ ഒരു പാട്ടാണ്. ഈ പാട്ടിനെ ഒരുത്തൻ അൺപ്ലഗ്ഡ് ആക്കിയിട്ടുണ്ട്. കാണിക്കാം. ഗിത്താർ പിടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് സൈലൻസ്. അൺപ്ലഗ്ഡ് ആണ്.
ഇതുപോലെ ഈ കവർ സോങ് പാടുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ഒന്ന് കോടതി വരെ പോകാന്ന് ചോദിച്ചു. എന്നാ കേസ് എന്നാ ഒരു പ്രശ്നമുണ്ടോ? അല്ല, ഒരു ഫംഗ്ഷന് പോയി ഞാൻ കവർ സോങ് പാട്ട് തന്നെ. അപ്പം ജനഗണമന പാടാൻ പറഞ്ഞപ്പോൾ അവൻ അനുപല്ലവിന്ന് തുടങ്ങിയെന്ന്. അങ്ങനെയുള്ള കവർ സോങ് തുടങ്ങുന്നത്. അങ്ങനെ ദേശീയ ഗാനത്തിനെ അപമാനിച്ചു എന്നും പറഞ്ഞ് അവനെതിരെ ഇപ്പൊ കേസാ. അവൻ തുടക്കത്തിൽ തന്നെ ജയ ഹേ എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയിട്ട് ബാക്കിലോട്ട് പിടിച്ചു കവർ സോങ് വരെ തിരിച്ചു പാടി. ഇപ്പോഴും കേസ് നടക്കുക. അല്ല, കവർ സോങ് പാടുന്നവർ അങ്ങനെയാണ്. ഒരു പാട്ടിനെ എടുക്കും, എന്നിട്ട് 5-ാം പാതിരയിൽ കഷ്ണങ്ങളാക്കി എന്നിട്ട് അവർ റീത്തും വെച്ച് കൂട്ടാവുന്ന പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ. അപ്പോൾ ഇനിയും ഒരുപാട് പ്രത്യേകത ഉണ്ട്. അത് പറയാനുള്ള സമയമില്ല. എപ്പിസോഡ് എനിക്ക് തോന്നുന്നില്ല കാസർഗോഡിൻ്റെ പ്രത്യേകത പറയാൻ നിങ്ങളെ ഈ എപ്പിസോഡ് മതിയാവില്ല മോനെ. കുറേ കാര്യമായ സാധനം വരാനുണ്ട്. ഇനി എന്തെല്ലാം സാധനം വരാനുണ്ട്, മജ പൊൽസാക്കാനുണ്ട്, പൊടി വാറ്റാനുണ്ട്. നിങ്ങൾക്ക് കാസർഗോഡിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ കാസർഗോഡിലേക്ക് ഓൾവേസ് വെൽക്കം. ഞങ്ങളെ വിളിക്കുമോ അങ്ങോട്ടൊക്കെ? തീർച്ചയായും വിളിക്കും. അശ്വൻ ചേട്ടൻ ഒന്ന് പോകണ്ടേ നമുക്ക്? പോണം, ഞങ്ങൾ വരും. ചേട്ടൻ വരണം, വീട്ടിലേക്ക് വരണം. എന്നിട്ട് ഏട്ടറ പോകുന്ന എന്തിനാ വന്ന് നീ കൊട്ടുപുറത്ത് വരുമ്പോൾ കൊട്ടുപുറത്തിന് കൂടിയിട്ട് വരണം. കുറ്റുപുറത്തിന് കുഞ്ഞിട്ട് വരാൻ കാല. എന്താ അതിൻ്റെ അർത്ഥം? മുൻവശത്ത് കൂടിയിട്ട് വരണം, പിൻവശത്ത് കൂടി വരാൻ പാടില്ല. ഞങ്ങൾ വരുമ്പോൾ ഇതുപോലെ കുറച്ച് ഷർട്ടും അല്ല. കിട്ടില്ല. രമേശ് ചേട്ടൻ ഇന്നലെ എന്നെ കണ്ടായിരുന്നു. രമേശ് ചേട്ടൻ പറഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കി പോയിരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്സെറ്റായി. അപ്പോൾ ഇയാൾ പറയുന്നു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി കൊണ്ട് അവൻ എന്നെ വിട്ടുപോയി. ധർമ്മജനെ പോലെ അതേ സെയിം ഹൈറ്റാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ പോരാമോ എന്നാണ് രമേശ് ചേട്ടൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് രമേശ് ചേട്ടൻ്റെ കൂടെ ഞാൻ നാളെ പോകും. ധർമ്മന് പകരം നിന്നെ കൂട്ടത്തിൽ കൂട്ടണം എന്നുള്ളത്. അതാണ്, സെയിം ഹൈറ്റാണ്. പക്ഷേ എനിക്കത് വേണ്ട, വേണമെങ്കിൽ carry വരണ്ട. ഞാൻ നീ എൻ്റെ കൂട്ടത്തിൽ വന്നാലും നിന്നെ പറഞ്ഞു വിട്ടിട്ട് ഈ കോട്ട് മാത്രം ഞാൻ അങ്ങ് എടുക്കും. അല്ല, രമേശ് ചേട്ടൻ അറിയാം, കൂടിയാൽ രമേശ് ചേട്ടൻ ഫീൽഡ് ഔട്ട് ആവും, ഞാൻ കയറും. എനിക്ക് ഈഗോ വർക്കൗട്ട് ചെയ്യുന്നു.